സോ 1987 വന്ന ഒരു ന്യൂക്ലിയർ ട്രീറ്റി ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക, റഷ്യ അത് വേണ്ടാന്ന് വെച്ചു. Intermediate range nuclear forces treaty signed between Mikhail Gorbachev, അന്നത്തെ പരിഷ്കരണവാദിയാണ്, ഗ്ലാസ്നോസ്റ്റിന്റെയും പെരിസ്ട്രോയ്ക്കയുടെയും തമ്പുരാൻ. അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗനും തമ്മിൽ വലിയ സിനിമാ താരമൊക്കെയാണ്. അപ്പോൾ ആ സൈലന്റ് ട്രീറ്റിയാണ്. അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ട്രീറ്റി എന്ന് പറയുമ്പോഴും ആണവായുധങ്ങൾ വഹിക്കുന്ന മിസൈലുകൾ 500 കിലോമീറ്റർ എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ആണ്. ഇന്റർമീഡിയറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 5500 കിലോമീറ്റർ അല്ലെങ്കിൽ പോലും റഷ്യ അമേരിക്ക ഇക്വേഷനിൽ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ അമേരിക്ക ഇക്വേഷനിൽ 5500 കിലോമീറ്റേഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഇന്റർമീഡിയറ്റ് റേഞ്ച്. അങ്ങനെയെങ്കിൽ ആ റേഞ്ചിലുള്ള മിസൈലുകൾ വിന്യസിക്കില്ല. അതൊരു വൺ സ്റ്റെപ്പ് ക്ലോസർ ടു ന്യൂക്ലിയർ ഡിസാർമമെന്റ്. പക്ഷെ ആണവായുധങ്ങൾ നിരോധിക്കുന്നില്ല. പ്രൊഡക്ഷനും അതിന്റെ മെയിൻ്റനൻസ് അതെല്ലാം മിസൈൽ സിസ്റ്റം പ്രൊഡക്ഷൻ, മിസൈൽ സിസ്റ്റം മെയിൻ്റനൻസ്, മിസൈൽ സിസ്റ്റം കൺട്രോൾ, മിസൈൽ സിസ്റ്റത്തെ നശിപ്പിക്കുന്നു ഈ റേഞ്ചിലുള്ള. അതേസമയം ലോങ് റേഞ്ച് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം തുടരും. അതാണ് അന്നത്തെ ഒരു ധാരണ. അപ്പൊ അണുവായുധങ്ങൾ ലിമിറ്റ് ചെയ്യുന്നില്ല. അതിനുണ്ട് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ലീഡിംഗ് ടു സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. Start 1 and 2. Air to air missiles, land to air, ഏത് മിസൈൽസ്? Land to air, land to land missiles and land to air missiles ആണ് ഇവിടെ നിരോധിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു റെജിമെന്റിൽ നിന്നും ഇപ്പോൾ റഷ്യ പിന്മാറിയിരിക്കുന്നു. റഷ്യ പറയുന്ന കാരണം സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ബണ്ടിൽ ആൻഡ് ബാഗേജ് ഞങ്ങൾക്ക് ചുമക്കാൻ വയ്യ, ഞങ്ങൾ ഇതാ പോണു വേണ്ട. അത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് now is sending nuclear submarines. So that is the reason. I'll tell you one more thing, sir. ഞാൻ വായിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2019 ഫസ്റ്റ് നമ്മുടെ ഭരണം ട്രംപിന്റെ വന്ന സമയത്ത് he is the first person, അല്ലെങ്കിൽ അമേരിക്ക is the first people അവർ വിത്ഡ്രോ ചെയ്തത് ഈ ട്രീറ്റിയിൽ നിന്ന്. പിന്നെ എങ്ങനെ പറയും റഷ്യയാണ് ഇതിന് ഉത്തരവാദി എന്ന്? അങ്ങനെ ചിലർക്ക് ചിലതൊക്കെ ചെയ്യാം. ട്രംപ് ചെയ്താൽ ഉടച്ചാൽ കുഴപ്പമില്ല, ആശാൻ അടുപ്പിലുമാകാം എന്നൊക്കെ പറയുന്ന പോലെ ട്രംപിന് എന്ത് ചെയ്താലും in the best interest of world peace and security. റഷ്യ ചെയ്തു കഴിയുമ്പോൾ അത് വലിയ കുറ്റമാണ്. അങ്ങനെയാണ് അത് പ്രൊജക്ട് ചെയ്യുന്നത്. ട്രംപാണ് അതുമാതിരി ഫിലിപ്പീൻസിലും ഓസ്ട്രേലിയയിലും അവിടെ വെച്ചിട്ടുള്ള ന്യൂക്ലിയർ ഇതിന്റെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് റഷ്യ തിരിച്ച് ഇതിങ്ങനെ ഒരു മൂവ് നീക്കിയെന്നും പറയുന്നുണ്ട് അല്ലേ? റഷ്യയെ സംബന്ധിച്ചിടത്തോളം they have options. ലോകത്തിന്റെ പല ഇടങ്ങളിലായി വിന്യസിച്ച ആയുധങ്ങൾ, മിസൈലുകൾ വെച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ സെക്യൂരിറ്റി എന്ന് അവരുടെ കൺസേൺ ആണ്. അതുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറി എന്ന് പറയുമ്പോൾ വേൾഡ് ഈസ് വൺസ് അഗൈൻ കമ്മിങ് ക്ലോസ് ടു ന്യൂക്ലിയർ ഷോ ഡൗൺ. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടില്ല എങ്കിലും ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മുഖാമുഖം നിൽക്കൽ. വൈ ഷുഡ് ഇറ്റ് ഹാപ്പൻ? നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ why should it happen at this point of time? Because we want to protect our country. നമ്മുടെ കൺട്രീനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം നിങ്ങൾ അങ്ങനെയാണല്ലോ ഞങ്ങളുമായിട്ട് പെരുമാറുന്നത് അല്ലേ? അങ്ങനെയായിരിക്കും. അമേരിക്ക പറയുന്ന സെക്യൂരിറ്റി പാരഡൈംസ് അത് അമേരിക്കയ്ക്ക് ബാധകമാകുന്നതാണ്. റഷ്യക്കും അതേപോലെ അവകാശമുണ്ട്. ഇതാണ് റഷ്യൻ പ്രസിഡന്റും റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും എല്ലാം എടുത്തു പറയുന്ന കാര്യം ഇതാണ്, വി ഹാവ് ഓപ്ഷൻസ്. അതുകൊണ്ട് അമേരിക്കയുടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തുന്നു അല്ലെങ്കിൽ എണ്ണ ഞങ്ങൾ തമ്മിൽ കച്ചവടം ചെയ്യുന്നതിന് നിങ്ങളെതിരാണ് എന്ന് പറയുമ്പോൾ ധാർമ്മികതയുടെ ലെവലേഷെങ്കിലും അവിടെ ഉണ്ടോ? ഇതെല്ലാം തന്നെ അമേരിക്ക ചെയ്യുന്നതിനെ റഷ്യ ചോദ്യം ചെയ്യുകയാണ്. കാരണം റഷ്യയുടെ മെദ്വദേവ് പറഞ്ഞ ഒരു കാര്യം, 50 ദിവസമായാലും ശരി 10 ദിവസം ആയാലും ശരി, ഞങ്ങൾ ഇറാനോ ഇസ്രായേലോ അല്ല, ഞങ്ങൾ റഷ്യയാണ് അല്ലെ? അങ്ങനെയാണ് പുള്ളി എക്സിൽ അതെ. ഈ പണ്ട് അമ്മച്ചിമാര് പറയുന്ന ഒരു സെയിങ് ഉണ്ടല്ലോ, കവുങ്ങിനും തെങ്ങിനും ഒരേ തിലായ്പ വെച്ച് കയറരുതേ, എടാ വേണ്ടാടാ വേണ്ട, വലിപ്പ വ്യത്യാസമുണ്ട്, രണ്ടിന്റെയും തടി വ്യത്യാസമുണ്ട്, വേണ്ട. അതുകൊണ്ട് ഇറാനെ മെരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്രയേൽ പറയുന്ന വരച്ചു വരയിൽ നിർത്തുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കുന്നത് പോലെ റഷ്യയുടെ അടുത്ത് കളിക്കാൻ വരണ്ട എന്നതിന്റെ ഒരു ഒന്നാന്തരം. ഞങ്ങൾ എണ്ണ ഉണ്ടാക്കും, ഞങ്ങൾ വിൽക്കും, വേണ്ടി വന്നാൽ ഇന്ത്യയുമായി അത് കച്ചവടം നടത്തും, വേണ്ടി വന്നാൽ നിങ്ങളുടെ തട്ടകത്തിൽ കയറി ഞങ്ങൾ കച്ചവടം കാണിക്കും എന്ന മട്ടിലാണ് റഷ്യയുടെ പ്രതികരണം. ഇതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഷോഡൗൺ എന്ന് പറയുന്നത് ഒരു
ഈ കഴിഞ്ഞ ആഴ്ച വരെ അചിന്ത്യമായ ഒരു കാര്യമാണ്. ഹൂ വുഡ് എവർ തിങ്ക് റഷ്യയും അമേരിക്കയും തമ്മിൽ ആണവ പോർമുനകൾ വിന്യസിച്ചുകൊണ്ട് മുഖാമുഖം നിൽക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കില്ല. ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രങ്ങൾ അല്ലേ. അത് മാത്രമല്ല, ഇതിന്റെ അനാക്രോണിസം എന്ന് പറയുന്നത് സമാധാനം ആണ്. ട്രംപിന്റെ ഓരോ വാചകത്തിലും ഒളിച്ചു നിൽക്കുന്നത് സമാധാനം. ഞാനിതാ സമാധാനത്തിന്റെ കാവൽ മാലാഖ. വാക്കിൽ മാത്രമേ ഉള്ളൂ സർ, അല്ലെ, പ്രവൃത്തിയിൽ കാണിക്കുന്നില്ല. എന്ത് പ്രവൃത്തി? ഇത് മുഴുവൻ അഗ്രഷൻ മാത്രമല്ല, ഇത് വങ്കത്തരമാണ്. ഇത് വെറും ജിങ്കോയിസം, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുകയാണ് ഹോൾ വേൾഡില്. കവലച്ചട്ടമ്പിമാരൊക്കെ പേടിച്ചു കഴിയുമ്പോൾ കവലച്ചട്ടമ്പിമാർ കൊമ്പമ്പേശിയൊക്കെ പിടിച്ചു നിൽക്കും, പക്ഷേ വലിയ വായുച്ചത് സംസാരിക്കും. അടിസ്ഥാനപരമായ വികാരം എന്ന് പറയുന്നത് നാളെ ആരെങ്കിലും എന്നെ തട്ടും, ഉച്ചത്തിലൊക്കെ സംസാരിക്കുകയാണ്. ഈ തരം സംസാരമാണ്. ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ, വീഴുന്നെങ്കിൽ വീഴട്ടെ. അത് റഷ്യയുടെ അടുത്ത് കാരണം പരമ്പരാഗതമായി റഷ്യ റെസിലിയന്റ് ആണ്. റഷ്യ ആർക്കും ഒരു യുദ്ധത്തിലും ചരിത്രത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ, ട്രംപിന്റെ ജൽപ്പനങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നത്. അതോടൊപ്പം ചേർന്ന് കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡി സിൽവ, അല്ലെ, ലുല ഡി സിൽവ, അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലേ, ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ പോവുകയാണ്, റഷ്യയുടെ കൂടെ നിൽക്കാൻ പോവുകയാണ്, ബ്രിക്സ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു വെച്ചു, അങ്ങേർക്ക് വേണമെങ്കിൽ ഒന്ന് ഫോൺ എടുത്ത് കറക്കി എന്നെ വിളിക്കട്ടെന്ന്. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്ക് സൗകര്യമില്ല എന്നാണ് ബ്രസീലിയൻ പ്രസിഡന്റ് പറഞ്ഞത്. ബ്രസീലിനെതിരെയും ഇന്ത്യക്കെതിരെയുമാണ് അമേരിക്കയുടെ തീരവയുദ്ധം ഇപ്പോൾ 50%. ചൈനക്കെതിരെ പോലും അത്ര ഇല്ലെന്നാണ്. 90 ദിവസം നീട്ടിക്കൊടുത്തു. ഇന്ത്യക്കടുത്ത് വരെ നിർത്തിയിരിക്കുകയാണ്. അത് അപ്പം ഒന്നൊന്നായി അമേരിക്കയുടെ പിടി അയയുകയാണ്. ഒന്ന് വിരട്ടി നോക്കിയതാണ്, നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ സാർ, എന്തൊക്കെ വിചാരിച്ചാലും ശരി, ട്രംപ് ഒരു 2 സബ്മറീൻ കൊണ്ടുപോയി ന്യൂക്ലിയർ ഒക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ റഷ്യയുടെ ഇടയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇന്ത്യയുടെ ഇടയിലും നടക്കില്ല. 6000 ആണവായുധങ്ങളാണ് റഷ്യക്ക് കൈവശമുള്ളത്. അമേരിക്ക അത്രയും ആണവായുധങ്ങൾ ഇല്ല എന്ന് ഓർക്കണം. പ്രഹരശേഷി സെയിം ആയിരിക്കാം. അതുകൊണ്ട് റഷ്യ ഈസ് നെവർ എ പുഷ് ഓവർ. റഷ്യ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, ശരിയാണ്. പ്രതാപകാലത്തെ സോവിയറ്റ് യൂണിയന്റെ ഒരു നിഴല് മാത്രമാണ് ഇപ്പോഴത്തെ റഷ്യ. പക്ഷേ അടിസ്ഥാനപരമായി ദേ ഹാവ് എ ലീഡർഷിപ്പ്. ഡിക്റ്ററ്റോറിയലായിരിക്കാം, പക്ഷേ പുടിൻ ഈസ് എ ലീഡർ വിത്ത് എ ഡിറ്റർമിനേഷൻ, വിത്ത് എ ഫോക്കസ്, വിത്ത് എ കൺവിക്ഷൻ. പുടിൻ അറിയാം വാട്ട് എക്സാക്ട്ലി ഹി വാണ്ട്സ്. ഉക്രൈനിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കണം എന്നത് മാത്രമല്ല, മറിച്ച് ആ റഷ്യയുടെ സുരക്ഷിതത്വം, അത് അമേരിക്കൻ വാർ മെഷീനറി ഈസ് കമ്മിങ് വെരി ക്ലോസ് ടു US അല്ല റഷ്യൻ ബോർഡേഴ്സ്. ഉക്രൈൻ ഈ നേറ്റോ സഖ്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വൻ സുരക്ഷാ ഭീഷണിയാണ്. അതുകൊണ്ട് ഒരു ഡിറ്ററന്റ് എന്നുള്ള നിലയിൽ ചെയ്ത ഒരു കാര്യമാണ് യുദ്ധം എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ വ്യാഖ്യാനം. വ്യാഖ്യാനമായിക്കൊള്ളട്ടെ, നമുക്ക് അംഗീകരിക്കാനാവില്ല. ഏത് കടന്നു കയറ്റും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏത് രാജ്യം മറ്റു രാജ്യത്തിന്റെ മേലെ കടന്നു കയറിയാലും അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതിനുള്ള ന്യായം ഈ പ്രകോപനം സൃഷ്ടിച്ചത് അമേരിക്കയാണ്. അതാണ് റഷ്യ ഇപ്പോൾ വീണ്ടും പറയുന്നത്, നിങ്ങളാണ് പ്രകോപനം സൃഷ്ടിച്ചത്, ആണവ പ്രകോപനം സൃഷ്ടിച്ചത് നിങ്ങളാണ്, ഉക്രൈനെ പറഞ്ഞ് മോഹിപ്പിച്ച് ഞങ്ങൾക്കെതിരെ തിരിച്ചത് നിങ്ങളാണ്, ഉക്രൈനെ നേറ്റോയിൽ ചേർക്കാൻ തയ്യാറെടുത്തത് നിങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഡൊണസ്കിലെയും ലുഹാൻസിലെയും ആ പ്രദേശം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പണ്ട് ഞങ്ങളുടെ കയ്യിലിരുന്നാണ് ക്രൈമിയ. പണ്ട് ഞങ്ങളുടെ ഒരു നേതാവ് കാലക്കേടിന് ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് എഴുതി തന്നതാണ്, ഞങ്ങൾ അതിങ്ങെടുത്തു. അപ്പൊ നിങ്ങള് കൂടുതൽ കണക്കൊന്നും പറയണ്ട. അതുകൊണ്ട് കാര്യം വരുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ നിർബന്ധിതരാകും. അത് ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകും. ഇത് റഷ്യയുടെ റിസോൾവ് ആണ്. ഇത് വാചക കസരത്ത് കൊണ്ടും പുടിനും ട്രംപും തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇക്വേഷൻ കൊണ്ട് ഇതങ്ങ് മൂടി വെക്കാം എന്ന ട്രംപിന്റെ മോഹം പുടിന്റെ മുന്നിൽ നടന്നില്ല, നരേന്ദ്രമോദിയുടെ മുമ്പിൽ നടന്നില്ല. അവിടെയാണ് ട്രംപ് ഇതോടെ ബാക്ക് ഫുട്ട് ആവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.